ജമ്മുകശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കുൽഗാമിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. TRF കമാൻഡറെ സൈന്യം വളഞ്ഞതായാണ് വിവരം. ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം. ജോയ്സ് ഡാനിയൽ, വീണ്ടും ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു. ഈ ആക്രമണത്തിനൊക്കെ നേതൃത്വം നൽകിയ സംഘടനയിലേക്ക് എത്തുകയാണോ? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് കശ്മീരിൽ വീണ്ടും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുൽഗാമിലാണ് ഈ ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നത്. സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ശക്തമായ വെടിവെപ്പ് ഈ സ്ഥലങ്ങളിൽ ഉണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു വിവരം. ഈ പഹൽഗാം സൈനിക വലയത്തിലായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഭീകരരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, വലിയ രീതിയിൽ തിരച്ചിൽ അവിടെ സൈന്യം നടത്തുന്നുണ്ടായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കുൽഗാമിൽ ഒരു ഭീകരനെ കണ്ടെത്തിയതായും തുടർന്ന് സൈന്യവും ഒപ്പം തന്നെ തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ ഘട്ടത്തിൽ തുടരുന്നെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് TRF കമാൻഡർ ആണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് കൃത്യമായി ഈ നേരത്തെ ഭീകരാക്രമണം നടത്തിയ അതിൽ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ കുൽഗാമിൽ ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിഞ്ഞത്. ഈ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരാക്രമണത്തിന് ശേഷം തന്നെ തുടർന്നിരുന്നു. അതിന്റെ ഫലമായി ഉറിയിൽ ഇന്ന് 3 തീവ്രവാദികളെ സൈന്യം വധിക്കുകയും ഇപ്പോൾ സുരക്ഷാ സേന ആ പ്രദേശമാകെ വളഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ കഴിയാത്തവണ്ണം പൂർണ്ണമായും ഈ ടാങ്മാർഗ് ഏരിയയിലാണ്, കുൽഗാം ജില്ലയിലെ ടാങ്മാർഗിലാണ് ഇപ്പോൾ ഭീകരവാദികളെ സുരക്ഷാ സേന വളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ജമ്മുകശ്മീരിൽ നിന്ന് പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് TRFന്റെ കമാൻഡർ അടക്കം TRFന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ വളഞ്ഞു വെച്ച സംഘത്തിലുണ്ട് എന്നുള്ളതാണ്. നിർണായകമായ ഒരു ഏറ്റുമുട്ടലല്ലേ ഇപ്പോൾ നടക്കുന്നത്, ജോയ്സ്? തീർച്ചയായും സുജി, അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള തീവ്രവാദികളിലേക്ക് എത്താൻ എന്തുകൊണ്ട് സൈന്യം വൈകുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു നീക്കം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ജമ്മു കാശ്മീരിലെ മുഴുവൻ പ്രദേശങ്ങളിലും സൈന്യത്തിന്റെ വലയത്തിൽ തന്നെയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കുൽഗാമിൽ പ്രത്യേക ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നതായുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. TRF കമാൻഡറെയാണ് വളഞ്ഞിരിക്കുകയാണ് സൈന്യമെന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കൂട്ടാളികളായിട്ടുള്ള മറ്റുള്ളവരിലേക്കും സൈന്യത്തിന് എത്താൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ അടിസ്ഥാനത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിലവിൽ കുൽഗാമിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ അതേ ഭീകരർ തന്നെയാണോ ഇത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ സൈന്യവും ഈ തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് TRF കമാൻഡർ ആണ്, അവിടെ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നുള്ളത്. നമുക്ക് നോബൽ മാരിക്കാരനിലേക്ക് കൂടി പോകാം. നോബൽ മാരിക്കാരൻ, കുൽഗാമിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽപ്പെട്ട ആളുകളെ അടക്കം വളയുന്നതിൻ്റെക്കുള്ള ആദ്യപടിയാണോ? സുജ, അത് പൂർണ്ണമായി നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. കാരണം കുൽഗാമും അതോടൊപ്പം പെഹൽഗാമും രണ്ട് ജില്ലകളാണ്. ഒന്ന് അനന്ത്നാഗ് ജില്ലയും മറ്റൊന്ന് മറ്റു ജില്ലയുമാണ്. 2 ജില്ലകളിലാണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുൽഗാമിലെ ഏറ്റുമുട്ടൽ ഇപ്പോൾ ഈ പെഹൽഗാമിലുണ്ടായ ഭീകരരാണ് വളഞ്ഞിരിക്കുന്നതെന്ന് പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ ആ സംഘത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് എന്ന സൂചനയാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ പരിശോധനയും ഇപ്പോൾ ഏറ്റുമുട്ടലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുരക്ഷാ സേനയ്ക്ക് ഈ മേഖലയിൽ ഭീകരർ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ എത്തിയതെന്ന് പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിന് പിന്നാലെ ഭീകരർ സുരക്ഷാ സേനയ്ക്കെതിരെ വെടിവെക്കുകയും പിന്നീട് തിരിച്ച് പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും നിലവിൽ ഈ ഏറ്റുമുട്ടൽ അവിടെ തുടരുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. കൂടുതൽ സേനയെ അങ്ങോട്ടും CRPFനെയും ജമ്മുകശ്മീർ പോലീസിനെ അങ്ങോട്ടും വിന്യസിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും. ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായാണ് ഈ ഏറ്റുമുട്ടൽ, ഈ പരിശോധന അടക്കം നടത്തിയത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. എന്താണെങ്കിലും ആ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കശ്മീർ ഒബ്സർവർ അടക്കം പ്രാദേശിക മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്, നോബൽ മാരിക്കാരൻ, ഇതൊരു എൻകൗണ്ടർ ആണ്. അത് സൗത്ത് കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ ടാങ്മാർഗിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അവിടെ ഭീകരരുണ്ട് എന്ന കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന ടാങ്മാർഗ് ഏരിയ പൂർണ്ണമായും കോർഡൺ ചെയ്തിരിക്കുന്നത്. ആ ഒരു മേഖല ആകെ ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുകയല്ലേ? തീർച്ചയായും മേഖലയിൽ ഭീകരർ ഉണ്ട് എന്ന രഹസ്യ വിവരം CRPFനൊപ്പം ജമ്മു കാശ്മീർ പോലീസിന് ലഭിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് അങ്ങോട്ട് സൈന്യം നീങ്ങിയത്, പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ മേഖല പൂർണ്ണമായും അടച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ഒപ്പം കൂടുതൽ സൈന്യത്തെ ഈ CRPFനെ അടക്കം ഇങ്ങോട്ട് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് നിമിഷവും ഇതൊരു വിവരം കൂടി വരുന്നുണ്ട്. കുൽഗാമിലെ ടാങ്മാർഗ് ഏരിയയിൽ അവിടെ ഈ ഭീകരർ ഒളിച്ചിരിക്കുകയായിരുന്നു. അതൊരു സസ്പെക്ടഡ് സ്പോട്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യത്തിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. അപ്പോൾ സസ്പെക്ടഡ് സ്പോട്ടാണ് ഇത് എന്നുള്ളത് സൈന്യം തന്നെ സ്ഥിരീകരിച്ചു.
സ്ഥിരീകരിക്കുകയാണ്. സൈന്യവും അവിടെ ഒളിച്ചിരുന്ന ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. നമുക്കൊപ്പം ജോയ്സ് ഡാനിയലും ഉണ്ട്. ജോയ്സ് ഡാനിയൽ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ സമിതിയുടെ ഒരു യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. അതേസമയം തന്നെയാണ് കുൽഗാമിൽ ഒരു കൂട്ടം ഭീകരരെ വളഞ്ഞുവെച്ച് ഇപ്പോൾ സൈന്യം അവരുമായുള്ള ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യോഗത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ജോയ്സ്? നിലവിൽ ഈ ഒരു യോഗം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആരംഭിച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. അതിൽ പ്രധാനമന്ത്രിക്ക് പുറമെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്നാഥ് സിംഗ് അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. കർശനമായ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യം രാജ്നാഥ് സിംഗ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം വിവിധ സൈനിക മേധാവികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഈ യോഗത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജമ്മുകാശ്മീരിൽ നിന്ന് തന്നെ അമിത്ഷായും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ദില്ലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജമ്മു കാശ്മീരിലെ കാര്യങ്ങൾ കൃത്യമായി യോഗത്തിൽ വിവരിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടെ ബ്രീഫിംഗ് യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാമിലെ ആക്രമണമുണ്ടായ സ്ഥലത്തടക്കം, ഗോൾഫ് കോഴ്സിലടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരുന്നു. അവിടെ നിന്നുള്ള സ്ഥിതിഗതികൾ നേരിട്ട് ഗ്രൗണ്ട് റിപ്പോർട്ട് മനസ്സിലാക്കിയാണ് ഈ യോഗത്തിൽ ഇപ്പോൾ അമിത്ഷാ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടക്കം വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കിയത്.